കുറേനക്കാരനായ ശീമോനെ യേശുവിന്റെ ക്രൂശ് ചുമക്കാൻ പടയാളികൾ എന്ത് ചെയ്തു? നിർബന്ധിച്ചു. അവനെ യേശു ഒന്ന് തിരിഞ്ഞു നോക്കി, ഒന്ന് ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിന്റെ വാക്കോ അല്ലെങ്കിൽ ദൈവം നിന്നെ മാനിക്കുമെന്നൊരു ദൂതോ ഒന്നും കുറേനക്കാരനായ ശീമോന് കർത്താവ് കൊടുത്തതായിട്ട് എന്തില്ല? ഒരു സുവിശേഷത്തിനകത്തും കാണുന്നില്ല. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ അതെന്താണ്? കരഞ്ഞു വിലപിക്കുന്ന ആ സ്ത്രീകളെ അങ്ങ് തിരിഞ്ഞു നോക്കി, അങ്ങ് അവരോട് ഒരു ദൂതെങ്കിലും പറഞ്ഞു. പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഈ പച്ച പൈൻ മരക്കുരിശ് ചുമലിലേറ്റിക്കൊണ്ട് ആ രക്തത്തുള്ളികൾ തന്റെ ശരീരത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങയുടെ പിറകെ നടക്കുന്ന ഈ മനുഷ്യനെ നോക്കിയിട്ട് അങ്ങ് എന്താ ഒന്നും മിണ്ടാതെ എന്ന് ചോദിച്ചപ്പോഴാ പരിശുദ്ധാത്മാവ് ഈ റോമാലേഖനത്തിലെ വാക്യം എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത്. ഞാൻ അവന് വേണ്ടി ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ചിലത് കടമാക്കി മാറ്റിവെക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നത്തേത് നമ്മൾ പുസ്തകം പഠിക്കുമ്പോൾ കാണുന്നത്. ആ കടമാണ് തൻ്റെ കുടുംബത്തിനകത്ത് അലക്സാന്ദ്രിൻ രൂഫോസും എന്ന 2 തലമുറകളെ ഉയർത്തത്തക്ക രീതിയിൽ, അവരെ പ്രസിദ്ധരാകത്തക്ക രീതിയിൽ അവരുടെ മേൽ സ്വർഗം വിടുതലായി വെളിപ്പെടുത്തിയത്. ചിലരോടുള്ള ബന്ധത്തില് ഒരുപക്ഷെ ഉടനെ മറുപടിയില്ല, ഉടനെ വിടുതലില്ല, ഉടനെ ദൂതില്ല. പക്ഷെ ഭാരപ്പെടണ്ട, ദൈവം ചിലത് കടമാക്കി വെച്ചിട്ടുണ്ട്. ആ കടമെന്ന് പറഞ്ഞാൽ അതിനകത്ത് പലിശ പലിശ പലിശയും കൂടെ തീർത്ത ദൈവത്തിന്റെ കരം അതിനകത്ത് പ്രവർത്തിക്കുന്ന നാളുകൾ മുമ്പിൽ വരുമെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുകയാണ്.